ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്ലീവ്സ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സ്ലീവ് ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നില്ല. നമ്മൾ സാധാരണ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലൈനിങ് വെച്ച് തയ്ക്കാം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നതിൽ ലൈനിങ് വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾ തയ്ക്കുമ്പോൾ ലൈനിങ് വെച്ച് തയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്ലീവിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം. സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മളിവിടെ 11 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. വണ്ണമെന്ന് പറയുന്നത് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ 6.25 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി ആം റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് 8.5 ആം റൗണ്ട് എടുത്തേക്കുന്നത്. അത് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് ആം റൗണ്ടും എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുത്തിട്ട് സ്ലീവ് മടക്കിയിട്ടേക്കുന്നതിൻ്റെ നടുഭാഗത്തു കൂടി നമുക്കത് കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റാം ആദ്യമേ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ സ്ലീവ് കട്ട് ചെയ്ത് 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇതേ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ട് സൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സൈഡ് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ലൈനിങ് വെക്കുന്നില്ല. അടുത്ത നമ്മൾ ഇതുപോലൊരു ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി നീളമെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന സ്ലീവിൻ്റെ നീളം അനുസരിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 4 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തേക്കുന്നത്. അത് മടക്കി അടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നീളം ഓരോരുത്തരുടെ സ്ലീവിൻ്റെ നീളം അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ചെറിയ പീസ് തുണി 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളത് അകമ്പുറം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സ്ലീവിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഇതിൽ കാണുന്ന പോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അകമ്പുറം തിരിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അകമ്പുറം തിരിച്ചെടുത്തതിന് ശേഷം ഇതേ നീളത്തിൽ നമ്മൾ, അതായത് ഒരു 3.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പം ഒരു 3 ഇല്ലെങ്കിൽ 2.5 ഇഞ്ച് നീളത്തിലെടുത്താൽ മതി. ഒരുപാട് വണ്ണമുള്ളവരാണെങ്കിൽ മാത്രം 3.5 ഇഞ്ച് എടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് ഒരുപാട് വലുപ്പമായിട്ട് നമുക്ക് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ മെയിൻ, അതായത് സ്ലീവിൻ്റെ തുണി അകത്തോട്ട് നമ്മൾ മടക്കി അടിച്ച് കൊടുക്കണം. ലൈനിങ് ഉണ്ടെങ്കിൽ ഇതുപോലെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ലൈനിങ്ങെ തന്നെ നമുക്ക് മടക്കി അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ 2 ഭാഗവും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗവും മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യമേ തയ്ച്ച് വെച്ച ചെറിയ പീസ് തുണി ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും കൂട്ടിയടിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനും അതുപോലെ മനസ്സിലാകാൻ എളുപ്പത്തിനുമാണ് നമ്മളിത് 4 പീസ് തുണി വെച്ചേക്കുന്നത്. നമ്മൾ അവസാനം ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ തുണി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് തുണി വെച്ചതിന് ശേഷം തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്ക്കുമ്പോൾ മുട്ട് സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതായത് കറക്റ്റ് ലെവലിന് തന്നെ നമ്മൾ തയ്ക്കുന്നത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ 2 സൈഡും അടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പണി ചെയ്യുന്നത്. നമ്മൾ സാധാരണ കൈസൂചി നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ തയ്ച്ച ആ കുഞ്ഞു പീസ് തുണിയുടെ സെൻറ്ററിൽ, അതായത് സെൻറ്ററിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് നമ്മൾ സൂചി കുത്തിയതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ നമ്മൾ തയ്ച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അതൊരു ഫ്ലവർ ഡിസൈനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ സൂചി കയറ്റിയും ഇറക്കിയും ഒരു തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയോടെ തന്നെ നമുക്ക് ഫ്ലവർ ഡിസൈൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യവും കൂടി, നിങ്ങൾ ഇത് ചെറിയ പീസ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ ഫ്ലവർ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ലതാണ്. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ ആ ചെറിയ പീസ് തുണി ഫ്ലവർ ആക്കിയതിന് ശേഷം സ്ലീവിലോട്ട് നേരിട്ട് പിടിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നു ആ രീതി നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്.
അങ്ങനെ ആ ചെറിയ പീസ് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു ഗോൾഡൻ മുത്തും കൂടെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഭംഗി കിട്ടാനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ അത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതും കൂടെ കൂട്ടി തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് മുത്തും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി ബാക്കി 3 പീസ് തുണിയിലും നമുക്ക് സെയിം രീതിയിൽ തന്നെ തയ്ച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുത്ത് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാനായിട്ട് ഞാൻ വീണ്ടും ഇതിൽ നമ്മൾ തയ്ച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിടിപ്പിച്ച 4 പീസ് തുണിയിൽ നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്തതിന് ശേഷം മുത്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ചെയ്ത് വെച്ച 3 ഫ്ലവർ ഡിസൈൻ ഉണ്ട്, അതും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അടുത്തടുത്തിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സ്ലീവിന് ഭംഗി കൂടുതൽ, അകന്നകന്നിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മൾ വെച്ചതിന് ശേഷം നമുക്കത് 2 സൈഡും അടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബാക്കി പീസും തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അടിഭാഗത്ത് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. മടക്കി അടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ വള്ളി ഇടാനുള്ള ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ മടക്കി അടിക്കാവുള്ളൂ. അതായത് കുറച്ച് വീതിയിൽ വേണം നമ്മൾ 2 സൈഡും മടക്കി അടിക്കാനായിട്ട്. അപ്പം നമുക്ക് 2 സൈഡും മടക്കി അടിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ കാണുന്ന പോലെ 2 ചെറിയ പീസ് തുണി മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ഇതുപോലെയും ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മടക്കി അടിച്ചതിലൂടെ നമുക്ക് 2 പീസ് തുണിയും നമുക്ക് കയറ്റി കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പിൻ ഉപയോഗിച്ച് 2 സൈഡിലും നമുക്ക് കയറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.